ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വെണ്ടക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന തനി നാടൻ ഒഴിച്ചുകറി വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ നിത്യവും കറിയെല്ലാം തയ്യാറാക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഇന്നത്തെ കറി എന്തായിരിക്കും എന്നോർത്ത് മടിച്ചു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരെ, ഇനി ഒന്നും ആലോചിക്കാനില്ല കേട്ടോ. ഈ ഒരു സിമ്പിൾ കറി തന്നെ തയ്യാറാക്കിക്കോളൂ. വളരെ ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല തേങ്ങ. അരപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്തും ഈ ഒരു കറിയെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി നമ്മുടെ വീട്ടിൽ നിത്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയാലോ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിൽ വെണ്ടക്കയും 1/4 കിലോ തന്നെ തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട്. തക്കാളിയും വെണ്ടക്കയും ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ എരിവിനായിട്ട് 6 പച്ചമുളകും ഒരു സവാളയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കുടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ചേർത്താൽ ഉടൻ തന്നെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. ഞാനിവിടെ 2-3 തവണയായിട്ടാണ് വെണ്ടക്കയും പച്ചമുളകും ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം വെണ്ടക്കയെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ അരപ്പ് കൂടെ റെഡിയാക്കണം. ഇതിനായിട്ട് അരമുറി നാളികേരവും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3 ചെറിയ കഷ്ണം ചുവന്നുള്ളിയും 1 കഷ്ണം വെളുത്തുള്ളിയും 1 നുള്ള് നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. സവാള ചേർക്കുമ്പോൾ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെന്തു വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്തും നമ്മുടെ തക്കാളിയും വെണ്ടക്കയും നല്ല പോലെ തന്നെ കുഴയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്കുടൻ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചു കൂടി എടുക്കാം. അധികം ഒന്നും വേവിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് നല്ലതുപോലെ ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കേണ്ടതാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാനിവിടെ അരപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും വെണ്ടക്കയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ കറിയെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കറി ഇപ്പോൾ നല്ലതുപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം കറിയെ താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് കൂടെ റെഡിയാക്കാം. കറിയെ താളിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1/2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. വറവ് നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം.
ഒരു 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നിട്ട് കറിയെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും നമ്മുടെ കറി നല്ല തിക്ക് ഗ്രേവിയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ തനി നാടൻ ഒഴിച്ചുകറിയാണ്. എല്ലാവർക്കും ഇത് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല, തേങ്ങയെ അരച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ ഈ ഒരു കറിയെ റെഡിയാക്കി എടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ട് എൻ്റെ കൂട്ടുകാരെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.